യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും നല്ലൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ അതിരാവിലെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മൾക്ക് അവസരം തന്നതിന് ആ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. സുവിശേഷത്തിലുടനീളം യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന പിശാച് ബാധിതരെയും രോഗികളെയും ഈശോ നേരിട്ട് സൗഖ്യപ്പെടുത്തുന്നു. അവരുടെ വിശ്വാസം കണ്ട് അവരെ സൗഖ്യപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കഫർനാമിൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല, രോഗിയെ ചുമന്നുകൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ടാണ്. നമ്മുടെ ഈ കൂട്ടായ്മയുടെ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കൾക്ക് ദൈവത്തെ ദർശിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സാധിക്കുന്നുണ്ട്. അത് ഈ ചെറിയ കൂട്ടായ്മയുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. ഈശോയുടെ അടുക്കിലേക്ക് ആരെങ്കിലും നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കും. ഈശോയുടെ അടുക്കിലേക്ക് നിങ്ങൾ ഒരു വ്യക്തിയെ കൊണ്ടുചെല്ലുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, ആ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി അവർക്ക് ഈശോയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു വഴികാട്ടിയായി മാറുവാൻ നമ്മളെ തന്നെ നമുക്ക് മാറ്റാം. നമ്മുടെ വിശ്വാസം മൂലം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനുള്ള ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നിങ്ങളോടൊപ്പം നടന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഈശോ സമൃദ്ധമായി സ്പർശിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവ് അവരുടെ മേൽ അനുഗ്രഹിക്കുകയും ദർശനങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അവരെ തൻ്റേതാക്കി മാറ്റുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.